Hi friends, welcome to the video. This is our 2.1 amplifier പഴയത് കയ്യിൽ വെച്ചാണ്. അപ്പോൾ ഇതൊന്ന് മോഡിഫൈ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ബ്ലൂടൂത്ത് കിറ്റ് ഒക്കെ പോയിരിക്കുകയാണ്, USB ബ്ലൂടൂത്ത് കിറ്റ് ഒക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു മോഡൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻകോഡർ ടൈപ്പ് ആണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇത് G-Star എന്ന് പറയുന്ന കമ്പനിയുടെ ആണ്. ഇതിന്റെ അകത്ത് ഇപ്പോൾ കരോക്കെ, അതേപോലെ ബ്ലൂടൂത്ത്, USB, അതേപോലെ തന്നെ ബിൽറ്റ് ഇൻ ആയിട്ട് നമുക്ക് ബാസും ട്രബിളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റിയതാണ്. ഈ നോബ് വേറെയാണ് കേട്ടോ, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അല്ല ഞാൻ മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ വന്ന കാര്യങ്ങൾ കാണിച്ചുതരാം. ആദ്യമായിട്ട് ഒരു റിമോട്ട് ഉണ്ട്. നമ്മൾ സാധാരണ ഒരു ലോക്കൽ റിമോട്ട് പോലെയല്ല, അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റി എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു റിമോട്ടാണ് എൻ്റെ തോന്നുന്നുള്ളത്. അടുത്തായിട്ട് നമ്മുടെ ബ്ലൂടൂത്ത് കിറ്റ്, ഇതും നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ലൊരു ക്വാളിറ്റി തന്നെയാണ്. പിന്നെ അടുത്തായിട്ട് എൻകോഡറാണുള്ളത്. നമ്മുടെ വോളിയം കൺട്രോൾ ചെയ്യാൻ, അതേപോലെ തന്നെ ബാസ് ട്രബിൾ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഒറ്റ ഇതിലാണ്. ഇതാകുമ്പോൾ നമുക്ക് ഫുള്ള് ഇങ്ങനെ തിരിച്ചു പോകാം, ഇടയ്ക്ക് നിൽക്കുന്ന പരിപാടിയില്ല, ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് വരുന്നത്. ഇനി അടുത്തായിട്ട് വരുന്ന വെച്ചാൽ ഒരു മൈക്കിൻ്റെ പോർട്ട് കൂടിയുണ്ട്. ബാക്കി സാധനങ്ങളിൻ്റെ പിന്നെ മാറ്റാനുള്ളത് നമ്മുടെ സബ്വൂഫറിൻ്റെ ആംപ്ലിഫയർ ബോർഡാണ്. ഇത് ബിൽറ്റ് ഇൻ ആയിട്ട് തന്നെ നമ്മുടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പാണ്. അതേപോലെ തന്നെ 27 വോൾട്ട് ഇൻപുട്ട് AC കൊടുത്താൽ മതി. അതേപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ചാനലും കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്തോളൂ. വേറെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ അതില്ല. അപ്പോൾ ഇതും കൂടി മാറ്റണം, നേരത്തെ ഉള്ളത് പോയിരിക്കുമായിരുന്നു. ഇനി നമുക്ക് അടുത്തായിട്ട് നമ്മുടെ ക്യാബിനറ്റ് ഒന്ന് നോക്കാം. ഇത് പുതിയ ക്യാബിനറ്റ് ആണ്. ഇത് ഞാൻ 5.1 ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പം നിലവിൽ 2.1 ഭാവിയിൽ 5.1 ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ളൊരു ക്യാബിനറ്റാണ് മേടിച്ചിട്ടുള്ളത്. 5.1 പക്കായിട്ട് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ക്യാബിനറ്റാണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ വരുമ്പോൾ എന്താ ഈ ഒരു ടൈപ്പിലാണ് വരുന്നത്. ഇത് അക്രാലിക് ഷീറ്റിൽ കട്ട് ചെയ്ത് വന്നിട്ടുള്ള സാധനങ്ങളാണ്, ഡിസൈനൊക്കെ ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഈ ഷീറ്റിൽ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് ഈ സാധനം വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് USB മോഡ്യൂളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് വെക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ഫ്രണ്ട് പാനലാണ് ഇതിൻ്റെ അത് വന്നിട്ടുള്ളത്. ബ്ലാക്കാണ് ഞാൻ എടുത്തത്, പല കളറിലും നമുക്ക് കിട്ടും. കണ്ട നല്ലൊരു ഭംഗിയിലുള്ളൊരു സംഭവം തന്നെയാണ്. ഡോൾബി ഡിജിറ്റൽ കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തൊക്കെ ഒരു ഡിസൈനായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ ടൈപ്പാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ USB-യുടെയും ഇപ്പുറത്തായിട്ട് ഞാനൊരു VO മീറ്ററാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അതിനകത്ത് വരും, VO മീറ്ററും USB-യും ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ USB പാനൽ ഈ ടൈപ്പാണ്. അതേപോലെ തന്നെ നമ്മൾ VO മീറ്റർ വരുന്നത് ഈ ഒരു ടൈപ്പിലുള്ള VO മീറ്ററാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഇതിന് തന്നെ നമുക്കൊരു 5 മോഡിലേക്ക് ഇത് മാറ്റാനായിട്ട് സാധിക്കും. 5 മോഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും, ഡിസൈൻ മാറ്റാൻ പറ്റും. ഇനി അടുത്തായിട്ട് നമുക്ക് സ്വിച്ച് പോലും തുടങ്ങാം. കറക്റ്റായിട്ടുള്ള കൃത്യമായിട്ടുള്ള മെഷർമെൻ്റ് ആണ്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് കട്ടിങ് ആണ്. നമുക്ക് സ്വിച്ചൊക്കെ കൃത്യമായിട്ട് അങ്ങോട്ട് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. എല്ലാത്തിൻ്റെയും വളവ് ഏകദേശം കൃത്യമായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് കറക്റ്റ് ആ ഇതിൽ തന്നെ സീറ്റിംഗ് ആവും. വേറെ ഒട്ടിക്കേണ്ട കാര്യങ്ങളൊന്നും എൻ്റെ അത് വരില്ല. അപ്പോൾ സ്വിച്ച് സെറ്റ് കഴിഞ്ഞ് നമുക്കിനി നമ്മുടെ എൻകോഡറിൻ്റെ സെറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഈ ഒരു കവർ ഇട്ടെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് സൈഡിൽ നമ്മൾ ലൈറ്റ് കൊടുക്കും, അല്ല ഇപ്പോൾ ഫ്രണ്ട് സൈഡിലേക്ക് ആ ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. എൻകോഡറിൻ്റെ നമ്മുടെ വോളിയം കൺട്രോളിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഫെവിക്വിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ എൻകോഡർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു. ഇത്തിരി വീഡിയോ സ്പീഡിൽ പോയില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ എൻകോഡറെല്ലാം ഫിറ്റ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് കിറ്റ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ഈ സ്വിച്ച് കിറ്റുമേലുള്ള സ്വിച്ച് അങ്ങോട്ട് ഊരിക്കളയണം. ആ സ്വിച്ച് നമുക്ക് പറ്റത്തില്ല. സ്വിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെക്കുമ്പോൾ കറക്റ്റ് നെങ്ങിയൊക്കെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് സ്വിച്ച് ഊരി കളഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് റിമോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സ്വിച്ച് ഊരി മാറ്റിയിട്ടുണ്ട്. ഇനി ഈ പാനൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അതേപോലെ തന്നെ നമ്മുടെ ഈ സൈഡിലുള്ള എല്ലാ കൺട്രോൾസും ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ കണക്ട് ചെയ്യുമ്പോൾ മാറിപ്പോയാൽ പ്രശ്നവും. അപ്പോൾ അവിടെ തന്നെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഓവറായിട്ട് ടൈറ്റ് ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നൈസായിട്ട് തന്നെ ഊരിയെടുക്കുക. ഇതിൻ്റെ അതർ സൈഡ് വൺ സൈഡ് ഊരിയിട്ട് അടുത്ത സൈഡ് കൂടി നമ്മൾ അഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിജാഗിരി പോലെ തന്നെ ഇങ്ങനെ ജസ്റ്റ് പ്ലേ കിട്ടും. അപ്പോൾ അതിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ഇറക്കി വെച്ചാൽ മതി. ഈ ഒരു രീതിയിൽ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ കയറത്തില്ല. ഇങ്ങോട്ട് ഒരു സൈഡിലേക്ക് ഒരു ലോക്കുണ്ട്, ആ ലോക്കിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചിട്ട് ഇപ്പുറ സൈഡിൽ നമ്മൾ USB കറക്റ്റ് ആണോ നോക്കുക. ആ കറക്റ്റ് ആണോ നോക്കിയിട്ട് കൃത്യമായിട്ട് വെച്ചിട്ട് അത് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി ഓക്കെ. ചെറിയൊരു പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഫെവിക്വിക്ക് വെച്ചിട്ട് അപ്പുറത്തെ USB-യുടെ സൈഡ് അത് കൃത്യമായിട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടിയൊക്കെ ഓക്കെ. ഈ പറഞ്ഞ പോലെ
ചെറിയൊരു പ്ലേ അതിൻ്റെ അത് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളൊന്ന് ഫെവിക്വിക്ക് വെച്ചിട്ട് ആ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ അത് ഓക്കെ ആയിക്കോളും. അപ്പോൾ സ്വിച്ച് ഫിറ്റ് ചെയ്തു, എൻകോഡർ ഫിറ്റ് ചെയ്തു, ബ്ലൂടൂത്തിൻ്റെ സെറ്റ് ഫിറ്റ് ചെയ്തു. അടുത്തായിട്ട് ഞാൻ VU മീറ്ററും സെറ്റ് ചെയ്യുന്നുണ്ട്. അതും ഈ USB പോലെ തന്നെയാണ് വെച്ചിട്ട് സൈഡിൽ ചെറിയൊരു പീസ് വെച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫ്രണ്ട് സൈഡ് ഏകദേശം എന്താ ഇതേപോലെ വരും. നല്ല സൂപ്പറായിട്ടുണ്ട്. ഈ സൈഡിൽ നമുക്ക് സബ്ബാണ്, സബിൻ്റെ നമ്മൾ അവസാനം വെക്കുള്ളൂ. കാരണം ചില സബിൻ്റെ നോബ് കൺട്രോൾസ് ഒക്കെ നമ്മുടെ ബോർഡിൻ്റെ കൂടെ വരണം. ഇനി നമ്മൾ ഫെവി ബോണ്ട് വെച്ചിട്ട് ഈ പശ വെച്ചിട്ടാണ് എൻ്റെ ഫ്രണ്ട് കവർ ഒട്ടിക്കാൻ പോകണം. കൃത്യമായിട്ട് അങ്ങോട്ട് സൈഡിലങ്ങോട്ട് ഇട്ട് കൊടുക്കുക, 4 വശം ഇടുക, ഇട്ടിട്ട് ഒട്ടിക്കുക, നേരെ ഒരു വെയിറ്റ് കയറ്റി വെക്കുക. ഇതേപോലെ ഒരു വെയിറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി പണിയാൻ നിന്നാൽ വിട്ടുപോകും. പിന്നെ നമ്മുടെ ബോർഡും കാര്യങ്ങളെല്ലാം പെറുക്കി വെച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങളെല്ലാം വയറിങ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് തന്നെ ഓരോ കാര്യങ്ങളും നോക്കി കണക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 27-027 ട്രാൻസ്ഫോർ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 12 വോൾട്ട് ഫിൽട്ടർ ചെയ്യാനായിട്ടൊരു ഫിൽട്ടർ വന്നിട്ടുണ്ട്. പിന്നെ 27-027 സബിലേക്ക് ബോർഡിലേക്ക് ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വയറിങ് ഇത്തിരി ഭംഗിയൊന്നുമല്ല കേട്ടോ, അത് മാറ്റി ചെയ്യാനുള്ളതാണ്. പിന്നെ നമ്മുടെ ചെറിയ ബോർഡ് അത് ഫ്രണ്ട് സ്പീക്കറിലേക്ക്. ഈ പോർട്ടിൽ നിന്നാണ് നേരെ നമ്മുടെ ഫ്രണ്ട് കൺട്രോളിലേക്ക് വരുന്നത്. ഒരു 10K വോളിയം കൺട്രോൾ അവിടെ വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കിറ്റും ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കേണ്ട പരിപാടിയാണ്. അപ്പോൾ ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ എന്തായാലും സ്വിച്ച് ഓൺ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. എന്തായാലും നമ്മളിത് 5.1 അപ്ഗ്രേഡ് ചെയ്യാനുള്ള പരിപാടിയുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നതെന്നൊക്കെ കൃത്യമായിട്ട് അപ്പോൾ പറഞ്ഞുതരാം. ഇപ്പം പറഞ്ഞാൽ അത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, അതുകൊണ്ടിട്ടാണ്. നമ്മുടെ വോളിയം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വർക്കിംഗ് ആണ്. ഫുള്ളായിട്ട് 50 വരെ വരുന്നുണ്ട്. എൻകോഡർ എല്ലാം സൂപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മച്ചാമാരെ നമ്മുടെ റിമോട്ടും കാര്യങ്ങളൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത്, FM, ഓക്സ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുന്നോടിയായിട്ട് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൻ്റെ അപ്ഗ്രേഡ് ആയിട്ട് നമ്മൾ 5.1 ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മിസ്സാകാതിരിക്കാനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.